തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് യു ഡി എഫിൻ്റെ റോഡ് ഷോയിൽ നിന്ന് പതാകകൾ ഒഴിവാക്കിയതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു. തീവ്രവാദികളാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്നത്. വയനാടിന് വേണ്ടത് ഒരു സ്ഥിരം എം പി ആണെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായമുണ്ട്. ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പത്രികാ സമർപ്പണമാണ്. പത്രികാ സമർപ്പണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന തിരക്കിനിടയിലാണ് കെ സുരേന്ദ്രൻ 24-നൊപ്പം ചേരുന്നത്. സ്വാഗതം കെ എസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് വലിയ ചർച്ചയാണ്. അതിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വയനാട്ടിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത്? വയനാട് മണ്ഡലത്തിൽ ജയിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ലക്ഷ്യമില്ല. കാരണം അമേഠി മണ്ഡലം എത്രയോ പതിറ്റാണ്ടുകൾ നെഹ്റു കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നതാണ്, കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നതാണ്. അവിടെ ഉണ്ടായ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അമേഠിയിലെ ജനങ്ങൾ എന്താണോ 2019 ചിന്തിച്ചത് അത് തന്നെ 2024 വയനാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുക. അതിനുള്ള കാരണം വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ തമ്മിൽ. അമേഠി വളരെ പാവപ്പെട്ട ഒരു മണ്ഡലം. അവിടെ റോഡില്ല, സ്കൂളില്ല, മെഡിക്കൽ കോളേജില്ല, നല്ല സൗകര്യങ്ങളില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അതേ സാഹചര്യമാണ് വയനാട്ടിലും ഉള്ളത്. കഴിഞ്ഞ 5 കൊല്ലം രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്തിട്ടും വയനാടിന് ഒരു പുരോഗതി ഉണ്ടായില്ല. അദ്ദേഹം വയനാടിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള. വയനാടിന് ഒരു പെർമനന്റ് എം പി വേണം എന്നുള്ള ആവശ്യം വോട്ടർമാർക്കിടയിൽ വളരെ ശക്തമാണ്. ഞങ്ങൾ പോയിടത്തെല്ലാം ഞങ്ങൾക്ക് വരുന്ന ഓരോ സന്ദേശവും വയനാട്ടിന് ഒരു സ്ഥിരം എം പി, അത് മോദിയുടെ ഒരു എം പി വേണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ വയനാട് ശ്രദ്ധേയമാവുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. കാരണം മാത്രവുമല്ല, ഒരു മണ്ഡലത്തിൽ മാത്രം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങയുടെ രാഷ്ട്രീയ ചുമതല വളരെ വലുതല്ലേ? തീർച്ചയായിട്ടും വയനാട് കഴിഞ്ഞ 5 കൊല്ലം അഭൂതപൂർവമായ സ്നേഹമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. ഇത്രയും വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തെ നമ്മളെപ്പോഴും കൂടുതൽ ആളുകൾ സ്നേഹിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ സൈക്കാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം മുഴുവൻ. കാരണം വോട്ടർമാർ അത്രയും വലിയ വിശ്വാസ്യത കൊടുത്തു, അത്രയും സ്നേഹം കൊടുത്തു, 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു. രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതേ ഇല്ല വയനാടിന്. അത് ജനങ്ങൾക്കിടയിൽ വല്ലാതെ അവർ ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് ചെന്ന് നോക്കിയാലും അറിയാം രാഹുൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ആദ്യം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടു. ഇതിലെല്ലാം കടന്നാക്രമിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയെയാണ്, അങ്ങയുടെ നേതാവിനെയാണ്, അമിത്ഷയെയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഒരു പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. എന്താ കാരണം എന്നറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി മുഖ്യ എതിരാളിയോട് വിളിച്ചു പറയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വരല്ലേ, നമ്മൾ 2 സുഹൃത്തുക്കളാണ്, നമ്മൾ 2 പേര് തമ്മിൽ എന്തിനാണ്. ആനിരാജ പറഞ്ഞു. പക്ഷേ മിനിഞ്ഞാന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ടത് ആനിരാജയുടെ ഭർത്താവ് ഡി രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പരിശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി തോപ്പിച്ചവന് പ്രധാനമന്ത്രിയാവുമോ? വോട്ടർമാർ ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള നാടകം വളരെ വ്യക്തമാണ്. ആരാണ് ഇവരുടെ നേതാവ്? ആ നേതാവിനെതിരെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അപ്പോൾ ഇത് LDFും UDFും തമ്മിലുള്ള ഒത്തുകളി വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറയാനില്ലാത്തത്. കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് വയനാട്ടിലെ വോട്ടർമാർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദി പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയനെയോ LDF സർക്കാരിനെയോ വിമർശിക്കാതെ സ്വന്തം വോട്ടർമാരെ മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ, ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ലീഗിനെ കൈയൊഴിഞ്ഞല്ലോ. PFIയുമായിട്ടുള്ള ബന്ധം ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായപ്പോൾ ഇനി ഒരു പച്ചക്കൊടിയും വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ പച്ചക്കൊടി ഒഴിവാക്കി. ഇനി തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയതിന് പുറകിൽ കൃത്യമായ ആസൂത്രണമാണെന്നാണോ BJP കരുതുന്നത്? അല്ലെന്ന് വോട്ടർമാർക്ക് മനസ്സിലായി. ഇന്ന് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, സമസ്തയൊക്കെ ആയിരുന്നു. ഇത്തവണ PFIയും കൂടി വന്നു. അതുകൊണ്ട് അവർക്ക് വോട്ടർമാരെ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ഭയമായിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി രാഹുൽ ഗാന്ധി ദേശ താല്പര്യം ബലികഴിക്കുകയാണ്. ഈ അവസാനമായി പ്രേക്ഷകരോട് പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് പറയാം, വയനാടിന് ഒരു സ്ഥിരം MP വേണം. അതിന് സദാ സന്നദ്ധനായിട്ട് ഇവിടെ ഒരു സ്വന്തം നാട്ടുകാരനുണ്ട്. 2 മുന്നണികളും നിർത്തിയിരിക്കുന്നത് ഇവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളെയാണ്. അവരുടെ കേൾക്കാൻ, അവരെ കാണാൻ, അവരുടെ കുടിലിൽ കഴിയാൻ, അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കാൻ, മോദിയോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വികസനം കൊണ്ടുവരാൻ എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത്. താങ്ക് യു KS. വളരെ കൃത്യമായി SKN മോഡിയെ ആക്രമിക്കുന്നതിന് പുറകിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, കേരളത്തിലെ ഇടതുമുന്നണിക്കെതിരെ ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടൊപ്പം കൽപ്പറ്റയിൽ നിന്നും ദീപക് ധർമ്മടം, 24.